ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ ഹോട്ടലിൽ നിൽക്കുന്ന ചന്ദ്രനെയും ഭാമേനെയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ സുധി ഇവർ കാണാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. വേറൊരു വെയിറ്ററിനെയൊക്കെ പറഞ്ഞു വിട്ടു, എന്നിട്ടും യാതൊരു രക്ഷയുമില്ല. ലാസ്റ്റ് എന്താണ്, നമ്മുടെ സുധീനെ മുതലാളി വിളിക്കാണ് കേട്ടോ. അപ്പൊ സുധി എന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര തിരിഞ്ഞു നോക്കി. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഭാമ, എന്താ നീ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എൻ്റെ മോന്റെ പേര് തന്നെയുള്ള ഒരു വെയിറ്റർ ഇവിടെ ഉണ്ടെന്നാ തോന്നുന്നത്, സുധീന്ന് വിളിച്ച കേട്ടോ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്ര ഭാമയോട് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ആണെങ്കിലോ ആകെപ്പാടെ പാരവേശം എടുത്ത് വേർത്ത് നിൽക്കുകയാണ്. നമ്മുടെ ചന്ദ്രയുടെയും ഭാമയുടെയും തൊട്ടടുത്ത ആ ഒരു സീറ്റിൽ ആള് വന്നു കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പം ഫുഡ് കൊടുക്കണം, ഫുഡിന് ലിസ്റ്റ് എടുക്കണമല്ലോ. അപ്പം ലിസ്റ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലാനാണ് മുതലാളി വിളിച്ചത്. പോകാതിരിക്കാനും പറ്റത്തില്ല, പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര പിടിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അതിലെ ഒരു പയ്യൻ കുറച്ച് മാസ്ക് ഒക്കെ ആയിട്ട് വന്നത്. അപ്പൊ അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെയാണ് കേട്ടോ. അപ്പൊ ആ പയ്യന്റെ കയ്യിൽ നിന്ന് ആ മാസ്ക് മേടിച്ച് ഒരെണ്ണം വെച്ചിട്ടോ, ഓ ഏതായാലും നീ വന്നത് നന്നായി, ഇപ്പൊ നീ എന്റെ ദൈവദൂതനാണ്, ആ ദൈവദൂതൻ, ദൈവം പറഞ്ഞു വിട്ടതാ നിന്നെ, ഏതായാലും ഒരു മാസ്ക് നീയും കൂടെ വെച്ചോ. അതെന്തിനാ ചേട്ടാ ഞാൻ മാസ്ക് വെക്കുന്നത്? അല്ല, മാസ്ക് വെക്കുന്നത് നല്ലതാ, ഈ അമ്മമാര് വന്ന് കണ്ടു കഴിഞ്ഞാൽ പിടിക്കില്ലേ? ഏതമ്മമാര് വന്ന് കണ്ടാ പിടിക്കില്ലേന്നാ? എന്ത് പറ്റി സുധിയേട്ടാ? സുധിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ല. ഏതായാലും ഇപ്പം നീ മാസ്ക് കൊണ്ടു തന്നത് നന്നായി എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, കാലൊക്കെ ഇങ്ങനെ വയ്യാത്ത ഒരാളെ പോലെ കാലൊക്കെ ഞൊണ്ടി മാസ്കും വെച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. ആ ഒരു വന്ന ആൾക്കാരുടെ അടുത്തേക്ക് ലിസ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പൊ ഇതേ സമയമാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ, ഓ എൻ്റെ മോനെ ഈ പൂരി ഭയങ്കര ഇഷ്ടാ, അവനിപ്പം പൂരി ഒന്നും കഴിക്കാറില്ല. ആ ശ്രുതിയില്ലേ, അവനൊന്നും കൊടുക്കത്തില്ല, അതൊക്കെ അൺഹെൽത്തി ആണെന്നും പറഞ്ഞുകൊണ്ട് അവനൊന്നും കൊടുക്കാത്തത്. പാവം, അവൻ എന്ത് ഇഷ്ടാണെന്നോ ഈ പൂരി. എങ്കിൽ പിന്നെ അവനോട് വിളിച്ചു ചോദിച്ചിട്ട് കുറച്ച് പൂരി അവന് പാഴ്സലായിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര നേരെ ഫോൺ എടുക്കുകയാണ്. ചന്ദ്രയുടെ പുറകുവശത്ത് വന്ന് നിന്നാണ് നമ്മുടെ സുധി ലിസ്റ്റ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്ര ഫോൺ എടുത്തു. സുധീനെ വിളിച്ചപ്പോഴത്തേക്കും പുറകെ വന്ന് നിൽക്കുന്ന നമ്മുടെ സുധിയുടെ ഫോൺ ബെല്ലടിച്ചു. പക്ഷെ ചന്ദ്ര അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് സുധി ഫോൺ എടുത്ത് കട്ടാക്കിയിട്ട് ഇവരോട് എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ സുധി പെട്ടെന്ന് അവിടെ നിന്ന് അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് പോയി. അപ്പോഴത്തേക്കും ചന്ദ്ര വീണ്ടും ഒന്നുകൂടെ വിളിച്ചപ്പോൾ കിച്ചണിൽ ചെന്ന് നിന്നാണ് ഫോൺ എടുക്കുന്നത്. അങ്ങനെ കിച്ചണിൽ ചെന്ന് നിന്ന് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും, എൻ്റെ പൊന്നമ്മ എനിക്കൊരു കോപ്പ് വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. ചന്ദ്രൻ ചോദിച്ചു കൂട്ടോ, മോനെ ഞാനിപ്പം ഹോട്ടലിനാണുള്ളത്, നിനക്ക് പൂരി വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു കോപ്പും വേണ്ട, ഞാനിപ്പോ ഇവിടെ ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ലിസ്റ്റ് എന്ത് ലിസ്റ്റ്? അത് പിന്നെ വേറെ ഒന്നുമല്ല, ഞാനിപ്പം ഇവിടെ ഉണ്ടല്ലോ, എന്താ ഞാനിപ്പോ ഇവിടെ ഒരു പ്രോജക്റ്റില്ല, ഒരു മീറ്റിങ്ങില്ല, അമ്മ ഫോൺ വെച്ചേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വെപ്പിച്ചു. അപ്പോഴത്തേക്കും ഭാമ ചോദിച്ചു, എന്താ ചന്ദ്ര അവൻ ഫോൺ വെച്ചോന്ന് ചോദിച്ചപ്പോ, അതേ അവനെ എന്തോ വലിയ മീറ്റിങ്ങിലിരിക്കുക, അതുകൊണ്ടാ അവൻ ഫോൺ വെച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഫോണ് കട്ട് ചെയ്തു. ഏതായാലും അവിടെയും നമ്മുടെ സുധി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അവിടെ എണീറ്റ് പുറത്തേക്ക് പോവുകയാണ്, ചന്ദ്രയും ഭാമയും കൂടെ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. അപ്പൊ ശ്രുതി ആണെങ്കിൽ കുറച്ച് പൈസ എടുത്ത് മീരയുടെ കൈ കൊടുത്തിട്ട് ഇത് അവന് കൊടുത്തേക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയല്ല മീര ചോദിച്ചു, ആർക്ക് കൊടുക്കാനാ ഇത്? ഇത് മറ്റേ PA ഇല്ലേ, അങ്ങേർക്ക് കൊടുക്കാം, അങ്ങേർക്ക് 45,000 രൂപ ഒടുങ്ങാനായിട്ട് മാസം കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്. ഇല്ലെങ്കിൽ അങ്ങേരുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും, ആകെപ്പാടെ കുഴയും. അല്ല, നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ? അത് പിന്നെ എനിക്കൊരു പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു, ആ ലോൺ അങ്ങ് പാസ്സായി, അപ്പൊ പിന്നെ പൈസ കിട്ടി. എടി ഇതൊക്കെ നീ പലിശയും മുതലും ഒക്കെ അടയ്ക്കണ്ടേ, അതൊക്കെ പിന്നെ അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? എടി ഇത് നിന്റെ അല്ലല്ലോ ബ്യൂട്ടി പാർലർ, നീ എങ്ങനെ ഈ പൈസയൊക്കെ അടയ്ക്കും? അത് പിന്നെ എങ്ങനെ അടയ്ക്കുന്നു ചോദിച്ചാല്, പിന്നെ സുധിക്കിപ്പം ജോലി ഉണ്ടല്ലോ. സുധിക്ക് എന്ത് ജോലി? അത് സുധിക്കിപ്പം ജോലി ഉണ്ടോടി? അതോ ഇനിയിപ്പം പണ്ടത്തെ പോലെ പാർക്കിൽ വല്ലതും? അതൊന്നും അല്ല, അവനിപ്പം ഭയങ്കര ടയേർഡായിട്ടാ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പാർക്കിലൊന്നും പോകുന്നില്ല, ഇപ്പൊ ജോലിക്ക് തന്നെയാ പോകുന്നത്. അവൻ ജോലിക്ക് ഏതായാലും പോകുന്നുണ്ടല്ലോ, അവന്റെ കയ്യിൽ നിന്ന് ഇനി പൈസ എനിക്ക് കിട്ടൂലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെയെങ്കിലും അടയ്ക്കാം. ഇനിയിപ്പം എവിടെയെങ്കിലും ഒരു ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ട് തുടങ്ങണം. ഇത്രയും വലിയ സെറ്റപ്പിലൊന്നും അല്ലെങ്കിലും ചെറിയ സെറ്റപ്പിലൊക്കെ തുടങ്ങണം. ഇല്ലെങ്കിലേ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി ശരിയാവില്ല. എടി
ഞാൻ പറയുന്നത് നീ കേക്ക്. നീ എങ്ങനെയെങ്കിലും സുധീനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിപ്പിക്കുക. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ, വേണമെങ്കിൽ ആ വീട് വിട്ടും മാറി വേറെ വീട്ടിൽ പോയി താമസിക്കുക. അപ്പൊ പിന്നെ നിനക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എടി അങ്ങനെയൊന്നും പറ്റില്ലടി. ഈ കൂട്ടുകുടുംബവും ബന്ധങ്ങളൊക്കെ അതൊക്കെ എനിക്ക് വലിയ പ്രിയപ്പെട്ടത് തന്നെയാണ്. അവിടെ സച്ചി രേവതിയും മാത്രമേ ഉള്ളൂ ഒഴിയ ബാധയായിട്ട്. അവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. പക്ഷെ രണ്ടും വീട്ടിൽ നിന്ന് പോകുന്നില്ലല്ലോ. അതാ ഏറ്റവും വലിയ കഷ്ടകാലം. രണ്ടിനെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം. ഇന്ന് കണ്ടില്ലേ മസാല ദോശയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. ഇതുപോലെ ഓരോരോരോ പ്രശ്നങ്ങൾ അവൻ കുത്തി കുത്തി പൊക്കിക്കൊണ്ട് വരും. ഇപ്പം ആണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ അവനറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിൽ അവൻ സംസാരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അധികം നാൾ അവിടെ നിലനിൽക്കാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ സച്ചിനെ രേവതിനെ അവിടെ നിന്ന് ഔട്ടാക്കണം. അല്ല നീ എങ്ങനെ അവരെ ഔട്ടാക്കും? അത് പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മായിയമ്മയ്ക്കും ഇത് തന്നെയാണ് മനസ്സിലുള്ളത്. എൻ്റെ അമ്മായിയമ്മ ഏത് നേരവും പറയും സച്ചിനെ രേവതിനെ ഔട്ടാക്കണമെന്ന്. ദേ എൻ്റെ അമ്മായിയമ്മയുടെ മോനാ സച്ചി. പക്ഷെ കണ്ണിന് കണ്ടുകൂടാ എൻ്റെ അമ്മായിയമ്മയ്ക്ക്. ആ ഒരു രീതിയിലാണ് അവർ തമ്മിലുള്ള ബന്ധം. അപ്പൊ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നോക്കും. പുറത്താക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അത് എൻ്റെ അമ്മായിയമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞാനൊന്ന് കൂടെ കൂട്ടു നിന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഏതായാലും മീര എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീര അങ്ങ് മാറിപ്പോയി. ഈ സമയം പിന്നെ കാണിക്കും നമ്മുടെ രേവതി അടുക്കളയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയല്ല വർഷ വരികയാണ്. അപ്പൊ വർഷ വന്ന് ഭയങ്കര ടയേർഡായിട്ടാണ് വരുന്നത്. രേവതി ചേച്ചി എനിക്കൊരു കോഫി തരുമോ രേവതി ചേച്ചി, ഭയങ്കര ടയേർഡാണ്, ഇന്ന് ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു, മടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷ അവള് ഡൈനിങ് ടേബിൾ വന്നിരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി ഇപ്പം ഞാൻ കോഫി കൊണ്ടുവരാമേ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അപ്പൊ രേവതി കോഫി എടുക്കാൻ പോയ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ വർഷ ഓർത്തത്, കൊതുകിനെ കൊല്ലാനുള്ള സ്പ്രേ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കൊതുകിനെ കൊല്ലാനുള്ള സ്പ്രേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നു. അതെടുത്തിട്ട് എന്ത് ചെയ്തു നമ്മുടെ വർഷ സകല സ്ഥലത്തും ഇങ്ങനെ അടിക്കുകയാണ്. ഓരോ മുക്കിലും മൂലയിലും ഒക്കെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് വരികയാണ്. അപ്പോഴത്തേക്ക് ഇതിന്റെ സ്മെല്ല് ഇങ്ങനെ വന്നതും രേവതി വർഷ എന്താ ഒരു സ്മെല്ല് വരുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ രേവതി ചേച്ചി ഇവിടെയാ ഞാൻ കൊതുകിനെ കൊല്ലാനുള്ള സ്പ്രേ കൊണ്ടുവന്നേ, അത് ഇവിടെ സ്പ്രെഡ് ചെയ്യുക അതിൻ്റെയാ. ആണോ, ഏതായാലും ഒത്തിരി സ്പ്രെഡ് ചെയ്യണ്ട കേട്ടോ, വല്ലാത്തൊരു ശ്വാസമുട്ടൽ ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പം അതൊന്നും സാരമില്ല ചേച്ചി, അതിപ്പം അങ്ങ് പൊക്കോളും. നമ്മളെ കൊതുക് കടിച്ചാലാണ് നമുക്ക് ഇതിലും വലിയ ശ്വാസമുട്ടുണ്ടാവുന്നത്. കൊതുക് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നതെന്നറിയാമോ? ഒരു കൊതുകു മതി നമ്മളെ കൊല്ലാൻ വേണ്ടി. അതും കൂടെ ഇവിടെ മൊത്തം ഒന്ന് അടിക്കട്ടെ എന്നും പറഞ്ഞ് അത് മൊത്തം അടിച്ചു കൂട്ടോ. എന്നിട്ട് എന്തൊക്കെയോ അസ്വസ്ഥത നമ്മുടെ രേവതിക്കുണ്ട്. രേവതി എന്നിട്ട് കിച്ചണിന് വന്നിട്ട് ഇങ്ങനെ വർഷയോട് പറയുന്നുണ്ട്, മതി മതി, ഇനി അടിക്കേണ്ട വർഷ, പ്ലീസ് വർഷ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വർഷ അത് മൊത്തം അടിക്കുകയാണ് കേട്ടോ. ഏതായാലും വർഷ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫോൺ കോൾ വരുന്നത്. ഡബ്ബിങ് സ്റ്റുഡിയോ എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് കുറച്ചുകൂടെ ഡബ് ചെയ്യാനോട് വരാൻ പറഞ്ഞു. വർഷ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എനിക്ക് ഫോണിൽ അയച്ചു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു വേണ്ട പറ്റില്ല, ഇവിടെ വന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മുടെ വർഷ കോഫിയും കുടിച്ചിട്ട് നേരെ കോഫി കുടിച്ചില്ലെന്ന് തോന്നുന്നു, കോഫി കുടിക്കാതെ അങ്ങ് പോവാട്ടോ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ വന്നു. അപ്പൊ രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി എന്ത് ചെയ്തു, നമ്മുടെ വർഷയ്ക്ക് ഏതായാലും കോഫി കൊടുക്കാൻ എടുത്തല്ലോ. അപ്പൊ പിന്നെ അച്ഛൻ ഇന്ന കോഫി വർഷ വന്നായിരുന്നു, അപ്പൊ വർഷ കുടിച്ചില്ല, വർഷക്കെടുത്ത് തരുന്ന അച്ഛൻ കുടിച്ചോന്നും പറഞ്ഞ് കൊടുത്തു. നമ്മുടെ രവീന്ദ്രൻ എന്ത് ചെയ്തു, കോഫി മേടിച്ചിട്ട് അവിടെ ഇരുന്ന് കുടിക്കാനും തുടങ്ങി കേട്ടോ. ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചണിൽ നിന്ന് നമ്മുടെ രേവതി ചുമയും ആകെപ്പാടെ പരവേശവും ഒക്കെ എടുത്ത് നിൽക്കുന്ന നമ്മുടെ രവീന്ദ്രന്റെ ഒച്ചയാണ് കേൾക്കുന്നത്. അപ്പം പെട്ടെന്ന് ഓടി വന്നിട്ട് എന്താ വെച്ചാന്ന് ചോദിച്ചപ്പോൾ മോളെ ആ ഇൻഹെയിലർ ഇങ്ങെടുത്ത് എനിക്ക് വല്ലാത്തൊരു ശ്വാസമുട്ട് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇൻഹെയിലർ എടുത്ത് കൊടുത്തു. ഇൻഹെയിലർ വലിച്ചില്ല, അതിനു മുമ്പ് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് വീഴാണ് കേട്ടോ. വല്ലാണ്ട് അങ്ങ് വീണ് ചങ്കത്ത് കൈ വെച്ചിട്ട് വല്ലാതെ ഒറ്റ ഒരവസ്ഥ വേർക്കുന്ന രീതിയിൽ ഇരിക്കുക. പെട്ടെന്ന് നമ്മുടെ രേവതിക്ക് കാര്യം പിടികിട്ടി. രേവതി അച്ഛ എന്താ അച്ഛ പറ്റിയത്, അച്ഛ വേണ്ട അച്ഛ, കുഴപ്പമൊന്നുമില്ല അച്ഛ, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ, ഞാൻ സച്ചേനെ വിളിക്കത്തെന്ന് പറഞ്ഞ് സച്ചിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതും എവിടെ നിന്ന് സച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സച്ചിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. സച്ചി എന്തോ ഓട്ടത്തിലോ തിരക്കിലോ ഒക്കെ അങ്ങോട്ടാന്ന് തോന്നുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതി പിന്നെ രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അച്ഛനോട് കിടക്ക്, ഞാൻ ഇപ്പം തന്നെ ഓട്ടോ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഓടി കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനും രേവതിയും കൂടെ ഓട്ടോയിലിരുന്ന് പോകുന്നതാണ്. അപ്പൊ ഈ ഓട്ടോക്കാരനോട് ഒന്ന് സ്പീഡ് കൂട്ടി പോ ചേട്ടാ, സമയം എന്താ ഇത്ര ആയില്ല ചേട്ടാ, പ്ലീസ് ചേട്ടാ, എൻ്റെ അച്ഛനെ കണ്ടില്ല ചേട്ടാ എന്ന് പറയുന്നുണ്ട് രേവതി. അപ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മാക്സിമം സ്പീഡിലാണ് എൻ്റെ പൊന്നു കൊച്ചെ പോകുന്നത്, കൊച്ചതി മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചി രേവതിനെ വിളിക്കുകയാണ്. അപ്പം സച്ചി നോക്കിയപ്പോഴത്തേക്ക് രേവതി മുമ്പേ വിളിച്ച കോള് കിടക്കുകയാണല്ലോ.
അപ്പൊ എന്താ ആവശ്യം എന്നറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചേക്കാന്ന് ഓർത്തോണ്ട് വിളിക്കുകയാണ്. വിളിച്ച ഉടനെ തന്നെ നമ്മുടെ രേവതി കരയുന്ന ശബ്ദമാണ് സച്ചി കേൾക്കുന്നത്. എന്താ എന്താ രേവതി, നീ എന്തിനാ കരയുന്നത്? അത് പിന്നെ അച്ഛൻ എന്താ പറ്റിയത്? അച്ഛൻ എന്താ പറ്റിയത് രേവതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി പറയാ. ഇങ്ങനെയാണ് സംഭവം, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ, സച്ചിട്ട പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. പിന്നെ കാണിക്കുന്ന നമ്മുടെ രവീന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ വന്ന് ചെക്ക് ചെയ്തു. രേവതി പുറത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് സച്ചി ഓടി എത്തി കേട്ടോ. സച്ചി ഓടി വന്നിട്ട് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് കേട്ടോ. അല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ സച്ചി ഉള്ളത്. രവീന്ദ്രൻ എന്ന് വെച്ചിട്ടുണ്ട് പ്രാണന്റെ പ്രാണനാണല്ലോ. അങ്ങനെ രേവതിനെ കണ്ടതും അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. അകത്തുണ്ട്, ഡോക്ടർ പരിശോധിക്കുക, എന്താണെന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഡോക്ടർമാർ അവിടെ പരിശോധിക്കുന്ന കേട്ടോ വീണ്ടും കാണിക്കുന്നത്. നമ്മുടെ രവീന്ദ്രൻ വല്ലാത്തൊരവസ്ഥയിലായി പോയായിരുന്നു. ആ ഒരു സ്പ്രേ അടിച്ചതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയമായത്. പെട്ടെന്ന് നമ്മുടെ സച്ചി ആ ഒരു ഡോറ് തുറന്നിട്ട് അകത്ത് കയറി ചെന്നിട്ട് അച്ഛ എന്താ പറ്റിയത് എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, അതെ, ശബ്ദം ഉണ്ടാക്കാതെ, നിങ്ങൾ എന്താ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? അത് പിന്നെ എൻ്റെ അച്ഛൻ എന്താ പറ്റിയത്? അത് പിന്നെ പേടിക്കാനൊന്നുമില്ല, അച്ഛന് ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നില്ലേ, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, അതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സൂക്ഷിക്കണമായിരുന്നു. എന്ത് സൂക്ഷിക്കണം നീ പറയുന്നത്? അതെ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ചുമ, തുമ്മൽ, അലർജി ഒന്നും വരാതെ നോക്കണം. വീട്ടിൽ നിന്ന് ആ ഒരു കൊതുകിന്റെ സ്പ്രേ ശ്വസിച്ചത് കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. കൊതുകിന്റെ സ്പ്രേയോ? എവിടെന്ന് രേവതി? എവിടെന്ന് ഈ കൊതുകിനടിക്കാനുള്ള സ്പ്രേ നമ്മുടെ വീട്ടില്? ആ, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും കൃത്യസമയത്ത് ഈ നിൽക്കുന്ന സ്ത്രീ ഇവിടെ എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ ഇത് വലിയ സീരിയസ് ആയേനെ. പിന്നെ ചിലപ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ച സ്ഥലത്തൊന്നും നിൽക്കത്തില്ലായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നേനെ പിന്നെ അവസ്ഥ എന്നിങ്ങനെ പറയുകയും രേവതിനെ തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് രേവതിയോട് ഇങ്ങനെ പതുക്കെ പോയി ചോദിക്കുക, എന്താ രേവതി ഉണ്ടായത്, പറ, എന്താ പറ്റിയത്, എങ്ങനെ അവിടെ കൊതുകിന്റെ സ്പ്രേ വന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാണ് കേട്ടോ, അത് പിന്നെ സച്ചേട്ടാ, കൊതുകിന്റെ സ്പ്രേ എവിടെ നിന്നാന്ന് ചോദിച്ചാല് അത് അത് വർഷ കൊണ്ടുവന്നതാ. ആ സ്പ്രേ അവിടെ മുഴുവൻ സ്പ്രെഡ് ചെയ്തത്. ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്, പക്ഷെ വർഷ കണ്ടമാനം അതങ്ങ് സ്പ്രെഡ് ചെയ്തു. അതാ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ ഉണ്ടായതെന്ന് ഡോക്ടർ പറയുന്നത്. ആണോ? ഓഹോ, അപ്പൊ അവള് കൊതുകിന്റെ സ്പ്രേ അവിടെ സ്പ്രെഡ് ചെയ്തിട്ടല്ലേ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഉണ്ടായത്? ഓഹോ, കൊള്ളാം, എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ അച്ഛനെ അങ്ങോട്ട് കൊല്ലാൻ തീരുമാനിച്ചേക്ക അല്ലേ? ഓഹോ, ഇത് അവള് മനഃപൂർവ്വം ചെയ്തതാ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാ അവള് കാരണം എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കയറുന്നത്. ഈ സമയത്ത് തന്നെ നമ്മുടെ ചന്ദ്രൻ വന്നായിരുന്നു. ചന്ദ്ര ഇങ്ങ് വന്നിട്ട്, അയ്യോ രവിയേട്ട എന്താ പറ്റിയത്, രവിയേട്ടന് എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രയോട് അപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചു പറഞ്ഞു, അത് പിന്നെ അച്ഛന് വേറൊന്നുമല്ല, പിന്നെ എന്താടാ ഇവളെ ഏൽപ്പിച്ചിട്ടല്ലേടാ പോയത് ഞാൻ, എന്നിട്ട് എൻ്റെ കെട്ടിയോൻ ഇപ്പൊ എന്താണ് ഈ ഒരു അവസ്ഥയിൽ എത്താൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അച്ഛന് കൊതുകിനെ കൊല്ലുന്ന ആ ഒരു സ്പ്രേ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ഇത് ശ്വസിച്ചത് കാരണം ഇതൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഇങ്ങ് വന്നിട്ട് രേവതിനെ തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിട്ടോ, ഓഹോ, അപ്പൊ നീ മനഃപൂർവ്വം എന്റെ കെട്ടിയവരെ കൊല്ലാൻ വേണ്ടി അല്ലടി നീ ഇതൊക്കെ ചെയ്യുന്നത്? എടി, എന്തിനാടി ഈ മഹാപാപം നീ ചെയ്തത്? എന്തിനാടി ഈ സ്പ്രേ ഒക്കെ മേടിച്ച് എന്റെ വീട്ടിൽ കൊണ്ട് അടിച്ചത്? എന്താടി നിനക്ക് വേണ്ടത്? എന്തിനാടി നീ ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് രവീന്ദ്രൻ മാസ്ക് ഒക്കെ ഇട്ട് ശ്വാസമൊക്കെ വലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും മാസ്ക് മാറ്റിയിട്ട് ചന്ദ്ര നീ നിർത്തുന്നുണ്ടോന്ന് ചോദിച്ചു. അയ്യോ എന്താ രവിയേട്ടാ എന്നിങ്ങനെ ചോദിച്ചപ്പം, നീ നിർത്തിക്കോ ഇവിടെ, ഇനി ഒരു അക്ഷരം നീ വീട്ടിൽ പോകരുത്. അവള് കാരണോ ഞാൻ ഇവിടെ കിടക്കുന്നത്, ഇല്ലായിരുന്നെങ്കിലേ ഇപ്പൊ ഇവിടെ വെള്ളം പുതച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നേനെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് നമ്മുടെ സച്ചു പറഞ്ഞു, അയ്യോ അച്ഛ അങ്ങനെയൊന്നും പറയല്ല, അച്ഛൻ സംസാരിക്കാൻ വയ്യല്ലോ, അച്ഛൻ മാസ്ക് കയറ്റി വെക്കാം. സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇവളൊന്നും അല്ല ആ സ്പ്രേ അവിടെ സ്പ്രെഡ് ചെയ്തത്, അത് വർഷയാന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയും അങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. വർഷയാന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വർഷേനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇനി ചന്ദ്രയ്ക്ക്? അതുമില്ല, കാരണം വർഷ വലിയ പണമുള്ള വീട്ടിലെ പെണ്ണല്ലേ. അപ്പം വർഷ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാവുമോ? ഇല്ലല്ലോ. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ചന്ദ്രൻ നിൽക്കുക. അപ്പൊ സച്ചി വെച്ചു, എന്ത് പറ്റി ഇപ്പം അമ്മയുടെ നാക്കിറങ്ങിപ്പോയോ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, കാര്യം അറിയുന്നതിന് മുമ്പേ എൻ്റെ ഭാര്യനെ കുറ്റപ്പെടുത്താൻ നിന്നാലുണ്ടല്ലോ, അവളുള്ളത് കൊണ്ടാ അച്ഛൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇട്ടെറിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ എൻ്റെ അച്ഛനെ. എൻ്റെ അച്ഛനെ ഈ അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്നത്. വന്നിട്ട് വന്ന് നിന്ന് ഓരോന്ന് പ്രസംഗിക്കുന്നത് കണ്ടില്ലേ? അല്ല സ്ത്രീ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ ഭർത്താവ് വയ്യാതെ കിടക്കുമ്പോൾ അവിടെ ഇവിടെ നിരങ്ങാൻ നിങ്ങൾക്ക് നാണമില്ലെന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ പെട്ടെന്ന് രേവതി പറഞ്ഞു, സച്ചേട്ടാ നിർത്ത് സച്ചേട്ടാ, ഇത് ഹോസ്പിറ്റലൊക്കെ ആണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തിനും ഏതിനും
ഇവർക്ക് നിങ്ങളെ കുറ്റം വയ്ക്കാൻ പറ്റൂലോ. എന്നിട്ട് നിന്നെ കുറ്റം വയ്ക്കാൻ പറ്റൂലോ. എന്നിട്ട് ഇപ്പൊ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടത് കണ്ടില്ലേ, കണ്ടതും കടിയതും ഒക്കെ വാങ്ങി നാട്ടിലൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു വീട്ടിലിങ്ങനെ വയ്യാത്ത ആൾക്കാരുണ്ടെന്ന്. എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, നിങ്ങളെയും നിങ്ങളുടെ പൊന്നാര അങ്ങ് കോടീശ്വരിയായ മരുമകളെയും കൂടെ ഞാനുണ്ടല്ലോ ഉരുട്ടിക്കൊന്നേനെ എന്ന് സച്ചി പറഞ്ഞു കേട്ടോ. ഇത് കേട്ടതും ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കാനൊന്നും മിണ്ടാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. നമ്മുടെ രേവതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയോട് പറഞ്ഞു, അമ്മേ കാര്യം അറിയാതെ എന്നെ മെക്കിട്ട് കയറാൻ വരരുതമ്മേ, അമ്മ കാര്യം അറിഞ്ഞിട്ട് എന്നോട് സംസാരിച്ചാൽ മതിയെന്ന് നമ്മുടെ രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ടു കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്ത് കളയരുത്. നമ്മളെന്നും രാവിലെ കറക്റ്റ് 6:53 ആകുമ്പോൾ ഫുൾ വിശേഷവും ഉച്ചയ്ക്ക് ഒരു 2:30 ആകുമ്പോൾ പ്രേമോ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്ക് നയനിയുടെയും ആദർശിൻ്റെയും വിശേഷവുമായിട്ട് നമ്മൾ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്ത് കളയരുത്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.